ദുൽഖർ സൽമാൻ നായകനാവുന്ന ഏറ്റവും പുതിയ ചിത്രം അയാം ഗെയിമിന്റെ ഫസ്റ്റ് ലുക്ക് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ്. ചോര പുരണ്ട കയ്യിൽ തോക്കും പിടിച്ച് നിൽക്കുന്ന ദുൽഖറിനെയാണ് പോസ്റ്റിൽ കാണാൻ സാധിക്കുന്നത്. ഈ അടുത്ത് വന്നതിൽ ഗംഭീര ഫസ്റ്റ് ലുക്കാണെന്ന് ഇത് പലരും അഭിപ്രായപ്പെടുന്നു. എന്നാൽ പോസ്റ്ററിലെ ദുൽഖറിന്റെ പോസാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. കൈമടക്കി മുഖത്തിന്റെ ചെറിയൊരു ഭാഗം മറച്ചു പിടിക്കുന്ന ദുൽഖറിന്റെ പോസ് കോപ്പിയടിച്ചതാണെന്ന് ചിലർ ആരോപിക്കുന്നു. പൃഥ്വിരാജ് നായകനെത്തിയ ഖലീഫയുടെ ഫസ്റ്റ് ലുക്കും ഇതേ പോസിലാണെന്ന് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ദുൽഖറും പൃഥ്വിരാജുമല്ല ഈ പോസ്റ്റ് തുടങ്ങിവെച്ചത്. മോഹൻലാലിനു ശേഷം മറ്റുള്ളവർ ഈ പോസ്റ്റ് അനുകരിച്ചതാണെന്നും ചില പോസ്റ്റുകളുണ്ട്. എമ്പുരാനിൽ മോഹൻലാൽ ഇതേ പോസ്റ്റിൽ നിൽക്കുന്ന പോസ്റ്റർ ഇതിനോടകം വൈറലായി. മോഹൻലാലിനെ ഇൻഡസ്ട്രിയിലെ മറ്റ് നടന്മാർ അനുകരിക്കുന്നെന്നും ആരാധകർ അഭിപ്രായപ്പെട്ടു. എന്നാൽ പോസ്റ്ററിൽ മാത്രമേ ഈ സാമ്യത കാണുന്നുള്ളെന്നും കഥ വ്യത്യസ്തമായിരിക്കുമെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഇതേ പോസ്റ്ററിലുള്ള ചില കുട്ടികളുടെ ചിത്രങ്ങൾ ഇതിനിടെ വൈറലായി. കോപ്പിയടി ആരംഭിച്ച് ഇതിനെ നിന്നാണ് എന്നൊക്കെ ഇത്തരം പോസ്റ്റുകളിലുള്ള ക്യാപ്ഷൻ. ഈ മൂന്ന് പേരിലും ആരാണ് ഏറ്റവും മികച്ച മാസ് എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ദുൽഖർ നായകനാകുന്ന മലയാള ചിത്രമാണ് അയാം ഗെയിം. കിങ് ഓഫ് കൊത്തയുടെ പരാജയത്തിന് ശേഷം ദുൽഖർ കൂടുതലായും അന്യഭാഷകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. ഇതിനിടെ ദുൽഖർ നിർമ്മിച്ച ലോക ഇൻഡസ്ട്രി ഹിറ്റാവുകയും ബോക്സ് ഓഫീസിൽ 300 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുകയും ചെയ്തു. RDXന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന അയാം ഗെയിം അവസാനഘട്ട ഷൂട്ടിങ്ങിലാണ്. കൊച്ചി, ചെന്നൈ, ഹൈദരാബാദ്, ദുബായ് എന്നിവിടങ്ങളിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ്. ആന്റണി വർഗീസ്, പെപ്പെ, മെഷ്കിൻ, ഖദർ, സാൻഡി മാസ്റ്റർ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ. 2026 സമ്മർ റിലീസ് അയാം ഗെയിം തിയേറ്ററിലെത്തും.